ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്ന് ഈ ഒരു മാസം പിന്നിടുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ചും ടീച്ചേഴ്സ് ഒരു മാസം കൊണ്ട് തൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികളെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികളും ക്ലാസ് റൂമിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പഠനത്തിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന കുട്ടി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാവരും മറുപടി പറയും MR ആയിട്ടുള്ള കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ അല്ലേ. ഇതുപോലെയുള്ള ഭിന്നശേഷി കുട്ടികളാണ് പഠനത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ല. ഏറ്റവും കൂടുതൽ ഒരു ക്ലാസ് റൂമിൽ പഠനത്തിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പഠന വൈകല്യമുള്ള കുട്ടികളാണ്. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. ചില കുട്ടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക, മാത്തമാറ്റിക്സിൽ വളരെ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ അവരെന്ത് പറയും? അവർ നല്ല ഇൻ്റലിജൻ്റ് ആണ്, മാത്സ് അറിയുന്നതുകൊണ്ട് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ മടിയായതുകൊണ്ടാണ് എഴുതാനും വായിക്കാനും പഠിക്കാത്ത എന്ന് ലേബൽ ചെയ്യും. യഥാർത്ഥത്തിൽ അവർക്ക് മടിയാണോ? അല്ല. അവർക്ക് മടിയായത് കൊണ്ടല്ല അവർക്ക് എഴുതാനും വായിക്കാനും അറിയാത്തത്. അവർ പഠന വൈകല്യം എന്ന് പറഞ്ഞ ഒരു ഡിസോർഡർ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ട് അതിനുള്ളൊരു പരിഹാരം കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മറികടക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ചെയ്യുന്നത് എന്താ? പ്രോബ്ലം മനസ്സിലാക്കാതെ പാരൻസിനോട് പരാതി പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കുട്ടി ഇങ്ങനെയാണ്, ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, പഠിക്കുന്നില്ല, ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ എടുക്കുന്നില്ല, സ്ലോ ആണ്, അനുസരണക്കേടാണ്, ഇങ്ങനെ നിരന്തരം പരാതി പറയുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അത്ര പോലും ഇതിനെക്കുറിച്ചുള്ള ധാരണ പാരൻസിനുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ പാരൻസിനോട് പരാതി പറയുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇൻഫോം ചെയ്ത് അതിനുള്ള റെമഡി നിർദ്ദേശിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരം കുട്ടികളുടെ ഈ ഒരു പഠനത്തിനോടുള്ള പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കൊടുത്താൽ ഈ ഒരു വർഷം ഒരു സ്ട്രഗിളും ഇല്ലാതെ പഠനകാര്യത്തിൽ പഠനം വളരെ രസകരമായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.